റാണിമേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ജില്ലയിൽ പരക്കെ മഴ. ന്യൂനമർദ്ദം മൂലം സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. ആക്രമിക്കപ്പെട്ട ആലപ്പുഴ സ്വദേശി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഇയാൾ കൊലക്കേസിലെ പ്രതിയെന്ന് പോലീസ്. കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കേരളത്തെ ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളി. നടപടിക്രമങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കും. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണം അനുവദിക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുക സംസ്ഥാനമാണെന്നും മന്ത്രി. തളിക്കുളത്ത് ഗ്രൗണ്ടിൽ ഓടുന്നതിനിടെ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. 22 വയസ്സുള്ള ആദിത്യയാണ് മരിച്ചത്. തുടർച്ചയായ വന്യമൃഗാക്രമണത്തിൽ ഭീതി പൂണ്ട് പാലപ്പള്ളി മേഖല. വനംവകുപ്പിന്റെ അലംഭാവത്തിനെതിരെ പ്രതിഷേധം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദവും മധ്യകിഴക്കൻ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദവുമാണ് കനത്ത മഴയ്ക്ക് കാരണം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മോൻതോ ചുഴലിക്കാറ്റായി മാറുമെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനം പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്കും മാറ്റമുണ്ടായിരിക്കില്ല. കനത്ത മഴയെ തുടർന്ന് പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിലെ പ്രശസ്തമായ ഷഷ്ഠി ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി എഴുന്നള്ളിപ്പ് അടക്കമുള്ള ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചു. ഷഷ്ഠിയോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളും ശൂലഘോഷയാത്ര അടക്കമുള്ള ആചാര ചടങ്ങുകളും നടന്നു. അടുത്ത ദിവസം നടക്കുന്ന യോഗത്തിൽ ആഘോഷ പരിപാടിയുടെ ദിവസം നിശ്ചയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനെയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അക്രമികൾ യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ യുവാവിനെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ വെട്ടേറ്റ മുറിവുകളുണ്ട്. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമായ നിലയിലാണ്. അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനീർ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുദർശനെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമായ SIR നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. നിലവിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിക്കും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കേരളത്തിൽ SIR നീട്ടണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് പരിഗണിച്ചിട്ടില്ല. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുകയെന്ന മുദ്രാവാക്യമുയർത്തി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഘടകകക്ഷി നേതാക്കളായ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, രാജൻ മാസ്റ്റർ, CD ജോഫി, CR വത്സൻ, ജെയ്സൺ മാണി, മുഹമ്മദ് ചാമക്കല തുടങ്ങിയവർ സംസാരിച്ചു. ഈ വേദിയിൽ എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കളെ, സഹോദരി, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സർവോപരി വോട്ടവകാശത്തിനും മേലെയുള്ള ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ
ഇവിടെ സൂചിപ്പിക്കണം എന്ന് PM ശ്രീ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേരളത്തിൽ പഠിക്കുന്നതും ഇന്ത്യയിലെ കുട്ടികളാണ്. കേരളത്തിന് അർഹമായ ഫണ്ട് കിട്ടിയേ തീരൂ. ഇവിടെ എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാനമാണ്. അഖിലേന്ത്യാ തലത്തിൽ സിലബസിലും കാവ്യവൽക്കരണം നടക്കുന്നു എന്ന നിലപാടിൽ മാറ്റമില്ല. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാകില്ല. ആ നയത്തിൽ കടുകിട വ്യത്യാസമുണ്ടാകില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. നികുതി കൊടുക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ടുകൾ നമുക്ക് തന്നേ തീരൂ. നമുക്കത് ഉപയോഗിച്ചേ തീരൂ. കേരളത്തിലെ സ്കൂളുകളിലും പഠിക്കുന്നത് ഇന്ത്യയിലെ കുട്ടികൾ തന്നെയാണ്. സിലബസും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടല്ലേ പ്രധാനമായിട്ടും. കരിക്കുലം സിലബസും ഒക്കെ അതാത് സ്റ്റേറ്റുകളാണ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യൂ. ഇവിടെ എന്ത് പഠിപ്പിക്കും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. കാവ്യവൽക്കരണത്തിനുള്ള പരിശ്രമം അഖിലേന്ത്യാ തലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നൊന്നും ഒരു കടുകിട പിന്നോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, പോയിട്ടുമില്ല. തളിക്കുളത്ത് ഗ്രൗണ്ടിൽ ഓടുന്നതിനിടെ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. തളിക്കുളം സെന്ററിന് കിഴക്ക് കുരുട്ടിപ്പറമ്പിൽ സുരേഷിന്റെ മകൾ 22 വയസ്സുള്ള ആദിത്യയാണ് മരിച്ചത്. തളിക്കുളം GVHSS സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ ഓടുന്നതിനിടയിൽ യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു. പോലീസിൽ ജോലി നേടുന്നതിനായുള്ള പരിശീലനത്തിനിടയിലാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വന്യമൃഗഭീതിയിൽ പാലപ്പള്ളി മേഖല. വനം വകുപ്പിന്റെ അലംഭാവത്തിനെതിരെ പ്രതിഷേധം. പാലപ്പള്ളി കുണ്ടായിയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയുള്ള ആക്രമണത്തിൽ പശു ചത്തിരുന്നു. നേരത്തെയും കാട്ടാന ശല്യം നേരിയ തോതിൽ കുറഞ്ഞതിന് പിന്നാലെ പുലിയിറക്കം പതിവായിരിക്കുകയാണ്. വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും അവഗണിക്കുകയാണെന്ന് ഇവർ പറയുന്നു. ഇനിയൊരു ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായി കായികമന്ത്രി 24 ന്യൂസ് തൃശൂർ റിപ്പോർട്ടർ സൂരജ് സജിയുടെ തോളിൽ കൈയിട്ട് മാറ്റിക്കൊണ്ടുപോയി സംസാരിച്ചത് പ്രകോപനം സൃഷ്ടിച്ചു. മന്ത്രിയെ പിന്തുണച്ച് കുന്നംകുളം MLA AC മൊയ്തീനും ക്യാമറകൾ തള്ളിമാറ്റി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കായികമന്ത്രി V അബ്ദുറഹ്മാനോട് മെസ്സി കേരളത്തിലെത്തുന്ന കാര്യം ചോദിച്ചതാണ് പ്രകോപനമുണ്ടാക്കിയത്. 24 ന്യൂസ് തൃശൂർ റിപ്പോർട്ടറുടെ കഴുത്തിന് പിടിച്ച മന്ത്രി ചെവിയിൽ കോ സ്പോൺസറോട് പോയി ചോദിക്കാൻ പറഞ്ഞ് പ്രകോപിപ്പിക്കുകയായിരുന്നു. മുന്നോട്ട് നീങ്ങിയ മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ക്യാമറകളും മൈക്കുകളും തട്ടിത്തെറിപ്പിച്ചു. മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ പ്രവർത്തകരോട് കുന്നംകുളം MLA AC മൊയ്തീൻ കയർത്ത് സംസാരിച്ചു. തുടർന്ന് പാർട്ടി പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. നേരത്തെ മെസ്സി വരുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കായികമന്ത്രി മാധ്യമ പ്രവർത്തകരോട് കയർത്തിരുന്നു. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പോലീസ് കയ്യേറ്റം ചെയ്യുന്നത്? പോലീസുകാർ കയ്യേറ്റം അല്ല, സീൻ ഉണ്ടാക്കാനല്ല പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? ഒരു വൃത്തിയോടില്ല.
ദേശീയപാത കുട്ടനല്ലൂരിൽ പോലീസ് വാഹനം നിയന്ത്രണം തെറ്റി കാനയിലേക്ക് മറിഞ്ഞു. എറണാകുളത്ത് നിന്ന് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജു പൗലോസ്, ഡ്രൈവർ പത്മകുമാർ എന്നിവർക്ക് പരിക്കേറ്റു. കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നെല്ലിന്റെ സംഭരണം ഉടൻ ആരംഭിക്കുക, വെട്ടിക്കുറച്ച സംഭരണ വില വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് നെൽക്കറ്റുകൾ തലയിലേന്തി ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ രതീഷ് കടവിൽ, സുശാന്ത് ഐനിക്കുന്നത്ത്, അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം മുനിക്കക്കടവ് അഴിമുഖത്ത് മത്സ്യബന്ധന വഞ്ചിയിൽ നിന്ന് കുഴഞ്ഞ് കടലിൽ വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. തളിക്കുളം ഇഷ്താക്കരി വീട്ടിൽ 58 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. മുനിക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ് മൃതദേഹം കരയ്ക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിനിടെ കടലിലേക്ക് വീഴുകയായിരുന്നു. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് നാളെ തുറക്കും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനാകും. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, KB ഗണേഷ് കുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച പുത്തൂർ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്കിലേക്ക് ബുധനാഴ്ച മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആളുകളെ പ്രവേശിപ്പിക്കും. ജനുവരി മുതൽ പൂർണ്ണതോതിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകും. പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാതയിലെ നാട്ടിൻചിറയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെയും കാറിന്റെയും മുൻഭാഗങ്ങൾ ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. പാലപ്പിള്ളിയിൽ ശക്തമായ കാറ്റിൽ റബ്ബർ മരം വീണ് തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. പാലപ്പിള്ളി പുതുക്കാട് റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ വെള്ളാരമ്പാടം സ്വദേശി പേരകത്ത് വീട്ടിൽ പങ്കജാക്ഷന്റെ ഭാര്യ സജിതയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ സജിതയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു അപകടം. ടാപ്പിംഗ് കഴിഞ്ഞ് സ്കൂട്ടറിനുള്ളിൽ വെച്ചിരുന്ന ഭക്ഷണം എടുക്കുന്നതിനിടെ റബ്ബർ മരത്തിന്റെ ചില്ലകൾ സജിതയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചു. ദേശീയപാത മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സർവീസ് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിൽ. തൃശൂർ എറണാകുളം ദിശയിൽ മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്ര സമീപത്താണ് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞത്. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഇടിഞ്ഞ ഭാഗത്ത് എംസാൻഡ് മറ്റും നിറച്ച് താൽക്കാലിക പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിലും ഭീഷണി ഒഴിയുന്നില്ല. മഴ തുടർന്നാൽ ഇനിയും റോഡ് ഇടിയുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കഴിഞ്ഞ മാസം ഇവിടെ എതിർദിശയിൽ വലിയ തോതിൽ സർവീസ് റോഡ് ഇടിഞ്ഞിരുന്നു. കേന്ദ്രം അനുവദിച്ച ഫണ്ട് തൃശൂർ കോർപ്പറേഷൻ ചെലവഴിച്ചില്ലെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് വന്നു. അനുവദിക്കാത്ത ഫണ്ട് ചെലവഴിച്ചില്ലെന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കൌൺസിലർമാർ യോഗത്തിൽ ആരോപിച്ചു. കോർപ്പറേഷൻ സ്റ്റേഡിയം ഖേലോ ഇന്ത്യക്കാണോ മാജിക് FCക്കാണോ വിട്ടുകൊടുക്കുന്നത് എന്ന കാര്യത്തിൽ മേയർ വ്യക്തത വരുത്തണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. MG റോഡ് വികസനം നടക്കുന്ന സാഹചര്യത്തിൽ വീഴാറായ പഴയ കെട്ടിടം പൊളിച്ച് പുതിയത് റോഡിലേക്ക് കയറ്റിപ്പണിതത് വികസനത്തെ തുരങ്കം വയ്ക്കുന്നതാണെന്ന് രാജൻ പല്ലൻ ആരോപിച്ചു. MP കുറ്റപ്പെടുത്താനാണോ കൌൺസിൽ യോഗം വിളിച്ചതെന്ന് വിനോദ് പൊള്ളാഞ്ചേരി ചോദിച്ചു. ഖേലോ ഇന്ത്യ പദ്ധതി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് അതേ ഭാഷയിൽ മറുപടി പറയുന്നില്ലെന്നും കോർപ്പറേഷൻ ഫണ്ട് ചെലവഴിച്ചില്ലെന്ന പരാമർശം അദ്ദേഹം പിൻവലിക്കണമെന്നും വർഗീസ് കണ്ടംകുളത്തി ആവശ്യപ്പെട്ടു. തെരുവുനായ പ്രശ്നമുന്നയിച്ച EV സുനിൽ രാജിനോട് ABC പദ്ധതിയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് നിയമമെന്ന് മേയർ അറിയിച്ചു.
വെള്ളക്കെട്ട് വിഷയവും കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. ജയപ്രകാശ് പൂവത്തിങ്കൽ, മുകേഷ് കൂളപ്പറമ്പിൽ, കെ രാമനാഥൻ, അനീസ് അഹമ്മദ്, എൻ പ്രസാദ് തുടങ്ങിയവരും സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. മുൻ DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് CPM-ൽ ചേർന്നു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, മാലിക്കുളം അബ്ബാസ് എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. മുരളീധരന്റെ തോൽവിക്ക് കാരണം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ ബന്ധവും വോട്ട് ചോർത്തലുമാണെന്ന് യതീന്ദ്രദാസ് ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് യതീന്ദ്രദാസിനെ DCC നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഗുരുവായൂർ മണ്ഡലത്തിലെ പല സഹകരണ സ്ഥാപനങ്ങളിലും തെറ്റായ പ്രവണതകളും പ്രതിസന്ധികളും വന്നപ്പോൾ അതൊന്നും പരിഹരിക്കാതെ DCC നേതൃത്വം പ്രശ്നം സങ്കീർണമാക്കിയെന്ന് യതീന്ദ്രദാസ് ആരോപിച്ചു. എൻ്റെ എല്ലാ പ്രതികരണങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുള്ളതാണ്. ജൂലൈ 27 തൃശ്ശൂർ DCC പ്രസിഡന്റ് ശ്രീ ടാജറ്റ് എന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കത്ത് പ്രചരിപ്പിച്ചിരുന്നു. അതിനാധാരമായ കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അപകീർത്തികരമായി പ്രചരണം നടത്തിയെന്നായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാനിട്ട പോസ്റ്റ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജില്ലാ നേതാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവർ മക്കൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചതിനാണ് എന്നെ പുറത്താക്കിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങൂ SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 54,61,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കേശേരി പഞ്ഞിത്തടം മക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു. ഇതിനോട് ബന്ധപ്പെട്ട് പഞ്ഞിത്തടം സെൻട്രലിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർക്ക് സമയബന്ധിതമായി പണം നൽകുമെന്ന് MLA പറഞ്ഞു. ചില കോൺഗ്രസുകാർ വികസനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അനാവശ്യമായി ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും MLA പറഞ്ഞു. ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, AB വല്ലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ AC മൊയ്തീൻ MLA ഈ നാടിന്റെ സന്തോഷത്തിൽ നേരിട്ട് പങ്കുചേരാൻ തൃശൂരിന്റെ മാലിന്യമലയായിരുന്ന ലാലൂരിന് പുനർജന്മം. IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. പതിറ്റാണ്ടുകൾ നഗരത്തിന്റെ മാലിന്യപ്പറമ്പായിരുന്ന ഇടം അടിമുടി മാറി. മാലിന്യം നിറഞ്ഞിരുന്ന ഇടം അത്യാധുനിക നിലവാരത്തിൽ മൈതാനമായി. പുകയും പ്രതിഷേധങ്ങളും ഉയർന്നിടത്ത് ഇനി കായിക മാമാങ്കങ്ങളുടെ കീളികൊട്ടുണരും. ഗ്യാലറിയോട് കൂടിയ വിശാലമായ ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ട്, ടെന്നീസ് കോർട്ട്, ഇൻഡോർ സ്റ്റേഡിയം, നീന്തൽക്കുളം, ഇങ്ങനെ കായിക കേരളത്തിന്റെ ഭൂപടത്തിൽ തൃശ്ശൂരിന്റെ തലയെടുപ്പായി മാറും ലാലൂർ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ്. അതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയനും. ഒരു സ്പോർട്സ്മാനും കിട്ടാനുള്ളതായിട്ട് അംഗീകാരമാണ് സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയം വരാനുള്ളത്. അത് ഫുട്ബോൾ സ്റ്റേഡിയം മാത്രമല്ല, എല്ലാ ഇവന്റുള്ള ഒരു സ്റ്റേഡിയമാണ്. അതൊക്കെ വലിയൊരു അഭിമാനമാണ്. നല്ല നല്ല ടൂർണമെന്റുകൾ തുടരാൻ വേണ്ടി പ്രവർത്തിക്കുക. എല്ലാ
ഡിസ്ട്രിക്റ്റിൽ നിന്നും കളി കാണാൻ വരാൻ ഏറ്റവും എളുപ്പവസാനം തൃശ്ശൂരാണ്. കളി കാണാൻ തന്നെ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഗാലറിയിൽ തീർച്ചയായും ഇപ്പൊ നമുക്കൊരു സന്തോഷ് ട്രോഫി വരെ കളിക്കാൻ പറ്റുന്ന സ്റ്റേഡിയമാണ്. കോർപ്പറേഷൻ സ്റ്റേഡിയമാണ് സ്പോർട്സ് ഹൗസ് പ്രൊഡക്റ്റാണ്. അവിടെ നിന്നാണ് വളർന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്നും എന്നേക്കാളും മികച്ച പ്ലേയേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 81 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് തൃശൂർ കോർപ്പറേഷനും സ്പോർട്സ് കൗൺസിലും സംയുക്തമായി കായിക സമുച്ചയം പണികഴിപ്പിച്ചത്. പണ്ട് കാലത്ത് ഇവിടെ മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത സ്ഥലമായി, ഈ വഴിക്ക് നടന്നു പോകാൻ സാധിക്കാത്ത സ്ഥലം, സ്ത്രീകൾ വിവാഹം ചെയ്യാൻ ആരും വരാത്തൊരു സ്ഥലം. ഇന്ന് ആ സ്ഥലത്തെ മാറ്റി വലിയ ഒരു മാറ്റത്തിന് കളമൊഴുക്കിക്കൊണ്ടാണ് ഈ കോംപ്ലക്സ് ഇവിടെ നിലനിൽക്കുന്നത്. കായിക പ്രേമികൾ കാത്തിരിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നവംബർ 3 നടക്കും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു. കായിക സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ്, MLA P ബാലചന്ദ്രൻ, IM വിജയൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാടിന്റെ കായിക പ്രതീക്ഷകളും സ്വപ്നങ്ങളും പൂവണിയാൻ മുതൽക്കൂട്ടാകുന്ന കായിക സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തണമെന്ന ആഗ്രഹവും IM വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചു. വലിയൊരു സംഭവമാണ്. മുഖ്യമന്ത്രി വന്നാൽ വളരെ സന്തോഷം. മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ അറിയാത്ത ബിസിയാണ്, ഷെഡ്യൂൾഡ്, മാക്സിമം ട്രൈ ചെയ്തെന്ന് പറഞ്ഞു. വിജയത്തിന്റെ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി വന്നാൽ എന്നെ സംബന്ധിച്ച് എന്നല്ല നമ്മുടെ തൃശ്ശൂർക്കാരനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. കായിക മന്ത്രി അബ്ദുൾ റഹ്മാനാണ് സമുച്ചയം നാടിന് സമർപ്പിക്കുന്നത്. കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ പുതിയ കാൽവെപ്പിനായി കാത്തിരിക്കുകയാണ് സാംസ്കാരിക നഗരി. TCV തൃശൂർ. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വികലമായ പ്രതിമ സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസം സംഘടിപ്പിച്ചു. കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേനടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപം ആരംഭിച്ച ഉപവാസം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ഭരണാധികാരികളുടെ മനസ്സിൽ ഗാന്ധിജി ഇല്ലാത്തതിനാലാണ് പ്രതിമ വികലമായതെന്ന് അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ R രവികുമാർ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ KP റഷീദ്, VK സുജിത്, BV ജോയ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം ഗാന്ധിയനും മുൻ MP-യുമായ C ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ, തോമസ് ചിറമൽ, VK വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. ബയോ പാർക്കിലെ ഗാന്ധി പ്രതിമ അപൂർണമാണെന്നും ജനങ്ങളുടെ മനസ്സിലുള്ള ഗാന്ധി രൂപത്തിലേക്ക് മാറ്റുമെന്നും ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അറിയിച്ചു. കുറഞ്ഞ ദിവസം കൊണ്ട് നിർമ്മിച്ച ശില്പമാണ് അനാച്ഛാദനം ചെയ്തത്. നിലവിലെ രീതിയിലുള്ള പ്രതിമ നിർമ്മിക്കാനല്ല നഗരസഭ ഉദ്ദേശിച്ചിരുന്നത്. ഇക്കാര്യം ശില്പിയെ അറിയിച്ചിട്ടുണ്ട്. ശില്പത്തിന്റെ ബാക്കി പണികൾ ഉടൻ ആരംഭിക്കും. ഗാന്ധി പ്രതിമ മനോഹരമാക്കി ജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും ചെയർമാൻ അറിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ പോളിടെക്നിക് ഡിപ്ലോമധാരികളായ മുഴുവൻ തൊഴിൽ അന്വേഷകർക്കും ജോലി ഉറപ്പുവരുത്തുന്നതിന് നൈപുണി പരിശീലന പരിപാടി തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു തൃശൂരിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിജ്ഞാന കേരളവും ചേർന്നാണ് പരിശീലന പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. 2025-26 പഠനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ മുൻ വർഷങ്ങളിൽ പഠനം പൂർത്തീകരിച്ച് തൊഴിൽ ലഭിക്കാത്തവർക്കും ബന്ധപ്പെട്ട പോളിടെക്നിക്കുകളിൽ നൈപുണി പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിൽ അന്വേഷകരായ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നവംബർ 1 മുതൽ 7 വരെ അവർ പഠിച്ച പോളിടെക്നിക്കുകളിൽ രജിസ്ട്രേഷൻ നടത്തിയാൽ പ്രത്യേക പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അഡ്വക്കേറ്റ് OJ ജനീഷ് ചുമതലയേറ്റു. KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ OJ ജനീഷ് സംസ്ഥാന അധ്യക്ഷനായും ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റായും ചുമതലയേറ്റു. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് ഭൂമിയുടെ അടിസ്ഥാന വില കിട്ടിയില്ലെന്ന് പരാതി. ആളുകൾക്ക് നോട്ടീസ് നൽകി തെറ്റിദ്ധരിപ്പിച്ച് അധികൃതർ യോഗം വിളിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധമുയർന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തത് വാക്കുതർക്കത്തിനും ഇടയാക്കി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റധികാരികൾക്കും ഇതേക്കുറിച്ച് കൃത്യമായ വിവരം നൽകാൻ സാധിച്ചില്ല.
ഏറ്റെടുത്ത സ്ഥലത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാതെ പ്രഹസന യോഗം നടത്തിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. തർക്കമില്ലാതെ ഉദ്ഘാടനം നടത്തിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർക്കെതിരെ CPM നേതാക്കൾ കയ്യേറ്റ ശ്രമം നടത്തിയതായി ആരോപണമുണ്ട്. ജനങ്ങളോട് കാണിച്ച വിശ്വാസവഞ്ചന മറയ്ക്കാൻ വേണ്ടിയാണ് കയ്യേറ്റ ശ്രമമെന്ന് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മുജീബ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറുമനേങ്ങാട് എന്നിവർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. കേച്ചേരി പന്നിത്തടം മക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൽ ഭൂമി വിട്ട് ആളുകൾക്ക് വാഗ്ദാനം നൽകിയ തുക നൽകിയില്ലെന്ന് ആരോപിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പന്നിത്തടം സെന്ററിൽ പോലീസ് തടഞ്ഞു. നേതാക്കളെയും പ്രവർത്തകരെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭൂ ഉടമകളെ പണം നൽകാതെ LDF സർക്കാരും AC മൊയ്തീൻ MLAയും വഞ്ചിച്ചുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടന മാമാങ്കം ഇവിടെ നടത്തുമ്പോൾ 200ഓളം പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ഭൂമി തട്ടിയെടുത്തായി AC മൊയ്തീന്റെ വാക്കുകേട്ട് ഒരു പ്രതിഷേധം പോലും ഇല്ലാതെ ഈ വികസനത്തിന് വേണ്ടി ഭൂമി കൊടുത്ത പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഒരു പൈസ പോലും അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവാതെ അവരെ വഞ്ചിച്ച് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിയ AC മൊയ്തീനും സർക്കാരിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചിറമനേങ്ങാട്, ജസീർ ചിറമനേങ്ങാട്, അക്ഷയ് വെള്ളറക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയ ജനകീയ ആസൂത്രണ പദ്ധതികൾ വിജയത്തിലെത്തിച്ചത് ഇടത് സർക്കാരുകളെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. കുന്നംകുളം നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നഗരസഭ കോൺഫറൻസ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾ നൽകിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ സർവ്വതലത്തിലും ജനക്ഷേമകരമായ വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും കായിക രംഗത്ത് കുന്നംകുളത്തിന്റെ ചുവടുവയ്പ്പുകൾ ഏറെ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. 2023-24 വർഷത്തെ AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2,20,00,000 രൂപ ചെലവഴിച്ചാണ് അനക്സ് കെട്ടിടം നിർമ്മിക്കുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുല്ലശ്ശേരി സ്വദേശിയായ യുവാവ് മരിച്ചു. മുല്ലശ്ശേരി കുറ്റിപ്പുറത്ത് ഗോപിയുടെ മകൻ 33 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. മനക്കുടി കപ്പേളയ്ക്ക് സമീപം കാഞ്ഞാണിയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന കാർ അതേ ദിശയിൽ മുന്നിൽ പോയിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയും സ്കൂട്ടർ എതിരെ വന്ന മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു. സാരമായി പരിക്കേറ്റ വിഷ്ണു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ VV രാഘവൻ, E ഗോപാലകൃഷ്ണ മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് MV സുമേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ, വൈസ് പ്രസിഡന്റ് P തുളസീദാസ്, ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു, ജില്ലാ ട്രഷറർ KK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോപാലകൃഷ്ണ മേനോന്റെ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ട് രൂപം നൽകാൻ സാധിച്ചു. അത് ആദ്യത്തെ തൊഴിലാളി സംഘടന ആണിത്തൊഴിലാളികളുടെ സംഘടനയായിരുന്നു. ആണി ഉണ്ടാക്കുന്ന തൊഴിലാളികൾ, ആണിത്തൊഴിലാളികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാർച്ച് 8-ന്റെ ഭിന്നശേഷി പുനരധിവാസ രംഗത്ത് ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നിപ്മറിന് ദേശീയ അംഗീകാരം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ മികവിന്റെ കേന്ദ്രമായി നിപ്മറിനെ അംഗീകരിച്ചു. ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ നിരവധി അവാർഡുകൾ നിപ്മറിന് ലഭിച്ചിരുന്നു. മികച്ച പുനരധിവാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 250 കിടക്കകളോടുകൂടിയ ആശുപത്രി നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി R. ബിന്ദു തൃശൂരിൽ പറഞ്ഞു.
പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച 1000 കാര്യങ്ങളിൽ 985 കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മതിലകം പഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് TS രാജു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ വിപുലമായിട്ടുള്ള സംവിധാനത്തെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും ഈ സംവിധാനത്തെ എതിർത്ത വലതുപക്ഷം പല ഘട്ടങ്ങളായി ഇതിനെ തടസ്സപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് ഇന്ന് കേരളത്തെ ദേശീയ തലത്തിലേക്ക് രാജ്യാന്തര തലത്തിലേക്ക് തന്നെ മാറ്റിമറിക്കുന്ന. പുതുക്കാട് തെക്കേ തുറവ് ഗേറ്റിൽ റെയിൽപാത മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. മുപ്ലിയം ഒറ്റാലി വീട്ടിൽ കേശവന്റെ ഭാര്യ 63 വയസ്സുള്ള ശോഭനയാണ് മരിച്ചത്. തുറവിലുള്ള മകളുടെ വീട്ടിലേക്ക് പോകാൻ റെയിൽപാത മുറിച്ചുകടക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ട്രെയിൻ ഇടിക്കുകയായിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ അനുഷ്ഠാന കലയായ മുടിയേറ്റിന് കൊടുങ്ങല്ലൂർ വേദിയായി. ഇരുളിന് വർണ്ണഭംഗി പകർന്ന അഗ്നിയുടെ നിഴലിൽ നിറഞ്ഞാടിയ മുടിയേറ്റ് കാഴ്ചക്കാരിൽ അത്ഭുതം നിറച്ചു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച മുടിയേറ്റ് പുതിയ തലമുറയ്ക്ക് ദൃശ്യാനുഭവവും പഴയ തലമുറയ്ക്ക് ഗൃഹാതുരതയുടെ രാവും സമ്മാനിച്ചു. കാളി ദാരിക യുദ്ധം പ്രമേയമായുള്ള മുടിയേറ്റിന്റെ ഏറ്റവും വലിയ ആകർഷണീയത ഇരുളിന് ചന്തം പകരുന്ന അഗ്നിയാണ്. മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും കൊണ്ട് സമ്പന്നമായ മുടിയേറ്റ് കാഴ്ചക്കാരിൽ അത്ഭുതം നിറയ്ക്കുന്ന കലാരൂപമാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ദേശീയപാത മണലിയിൽ കാറിടിച്ച് മിനി വാൻ മറിച്ചു. മണലിയിൽ നിന്നും മടവാക്കരയിലേക്ക് തിരിയുന്ന റോഡിലാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന പാഴ്സൽ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. വയലാർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വയലാർ ഗോൾഡൻ ജൂബിലി അനുസ്മരണവും ഗസൽ സന്ധിയും തൃശൂരിൽ സംഘടിപ്പിച്ചു. മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. MP സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വയലാർ ഫൗണ്ടേഷൻ ചെയർമാൻ ഉണ്ണി വിയൂർ, സിനി ആർട്ടിസ്റ്റ് ലിഷോയ്, കാരിക്കേച്ചറിസ്റ്റ് നന്ദകിഷോർ, അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, രാഹുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയലാറിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ഗസൽ സന്ധിയും അരങ്ങേറി. സ്വർഗപുത്രി നവരാത്രിയായാലും ഇത് പറയാം എന്നുവെച്ചത്രയുള്ളൂ. നീ വരും. എത്ര മൃദുലമായതാണ് ആ പുഷ്പത്തിന്റെ ബന്ധം. നിങ്ങളൊന്നെടുത്ത് ആലോചിച്ചാൽ മതി. അടുത്ത് നോക്കുക. മധുമതി ഋതുമതി നീ സുമംഗലി നീ ഓർമ്മിക്കുമോ ആ വിഷാദ മധുരമായ താപം മഞ്ജുഭാഷിണി എന്നുള്ള പദം. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്. അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. ജില്ലയിൽ പരക്കെ മഴ. ന്യൂനമർദ്ദം മൂലം സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. ആക്രമിക്കപ്പെട്ട ആലപ്പുഴ സ്വദേശി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഇയാൾ കൊലക്കേസിലെ പ്രതിയെന്ന് പോലീസ്. കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കേരളത്തെ ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളി. നടപടിക്രമങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കും. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണം അനുവദിക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുക സംസ്ഥാനമാണെന്നും മന്ത്രി. തളിക്കുളത്ത് ഗ്രൗണ്ടിൽ ഓടുന്നതിനിടെ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. 22 വയസ്സുള്ള ആദിത്യയാണ് മരിച്ചത്.
തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങളിൽ ഭീതി പൂണ്ട് പാലപ്പള്ളി മേഖല. വനംവകുപ്പിന്റെ അലംഭാവത്തിനെതിരെ പ്രതിഷേധം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.